വീഡിയോ വ്ളോഗ് ചെയ്യുന്നവർക്കും റീൽസും ഷോർട്സും ഒക്കെ ചെയ്യുന്നവർക്കും പറ്റിയ അടിപൊളി 2 ഐറ്റംസ് ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമതായി നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് DJI Osmo Mobile 6 എന്നുള്ള മോഡലാണ്. നമ്മൾ ഈ DJIയുടെ ഗിംബൽ ആണെങ്കിൽ 6 വർഷങ്ങൾക്ക് മുമ്പേ ഉപയോഗിച്ചിരുന്നു. അന്ന് ഉപയോഗിച്ചിരുന്ന വളരെ ഫീച്ചേഴ്സ് കൂടുതലാണ് ഇന്നുള്ള DJIക്ക്. അപ്പോൾ നമ്മൾ പുതിയൊരു DJI Osmo കൂടി വാങ്ങിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നല്ല ശബ്ദം ലഭിക്കുന്നതിനായിട്ട് നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു മൈക്ക് കൂടി വാങ്ങാനായിട്ട് തീരുമാനിച്ചത്. വയർലെസ് മൈക്കാണ്, മൊബൈലിനും ക്യാമറയ്ക്കും ഒക്കെ ഒരുപോലെ കൊടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. നിലവിൽ നമ്മൾ റോഡിൻ്റെ വയർലെസ് മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്യാൻ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മൈക്ക് മേടിക്കാൻ കാര്യം ഇത് നമുക്ക് മൊബൈലിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ്. വിലയ്ക്കാണെങ്കിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു മോഡലിന് നല്ല ക്ലാരിറ്റിയാണെന്നാണ് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് കാണാം. ആദ്യം നമുക്ക് DJIയുടെ ഗിംബൽ അൺബോക്സ് ചെയ്യാം. ഇതിന് 1 ഇയർ വാറണ്ടിയാണ്. വിത്ത് ബില്ലോട് കൂടിയാണ് വാറണ്ടി നമുക്ക് ലഭ്യമാകത്തുള്ളൂ. ഇവിടെയുള്ള സീല് നമ്മൾ ഇളക്കുകയാണ്. ഈ കവറിൻ്റെ പുറത്തൊരു ഡയറക്ഷനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തൊരു കവറുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നോക്കാം. ഈ ഗിംബൽ സൂക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു സഞ്ചിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാറ്റലോഗുകൾ ഒക്കെ ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. പല ഭാഷകളുള്ള സാധനമൊക്കെ ഉണ്ട്. DJIയുടെ ഒരു സ്റ്റിക്കറൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കേബിളുണ്ട്. ഇത് C ടൈപ്പ് കോഡാണ് വരുന്നത്. നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ ചാർജർ വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഗിംബൽ. ഇത് ഗിംബലിൻ്റെ ഒരു സ്റ്റാൻഡ് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ മൊബൈൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ഹോൾഡറാണ്. ഇതൊരു മാഗ്നറ്റിക് ഹോൾഡറാണ്. ഈ ഒരു സാധനം നമ്മൾക്ക് മൊബൈൽ ഉറപ്പിക്കുന്ന സമയത്ത് ഇവിടെ ലൂസായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഐറ്റംസാണ്. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഗിംബലിനുള്ളിൽ വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് നമുക്ക് പ്രൈസ് വന്നത് 11,990 ആണ്. അതിന് 12,000 രൂപയ്ക്ക് അടുത്താണ് ഇതിനൊരു പ്രൈസ് വന്നത്. പണ്ട് ഞാൻ 6 വർഷങ്ങൾക്ക് മുമ്പേ DJIയുടെ പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അന്ന് 14,000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിരുന്നത്. പക്ഷേ അതിലൊക്കെ വളരെ കൂടിയ ഫീച്ചേഴ്സാണ് ഇതിൽ നിലവിൽ ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് വയർലെസ് മൈക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത് ഹോളി ലാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ലാർക്ക് M2 എന്ന് പറയുന്ന മോഡലാണ്. ഇതിനുള്ളിലും ചില ബുക്ക്ലെറ്റുകളൊക്കെ ഉണ്ട്. അതുകൂടാതെ ചില ഇമോജി സ്റ്റിക്കറുകൾ ഒക്കെ ഉണ്ട്. ഇതൊരു ബോക്സ് പോലെയുള്ള ഒരു സാധനമുണ്ട്. ഇത് നമ്മുടെ എയർപോഡൊക്കെ ചാർജ് ചെയ്യാനായിട്ടും സൂക്ഷിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ബോക്സാണിത്. ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഒന്നാമത്തെ മൈക്ക്, ഇത് നമ്മുടെ രണ്ടാമത്തെ മൈക്ക്, ഇത് നമ്മളുടെ ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് കണക്ട് ചെയ്യാനുള്ള എക്യുപ്മെൻ്റാണ്. ഇത് നമ്മൾ മൊബൈൽ കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇതാണെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കുമ്പോഴും ഇതാണെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് നമുക്കൊരു സഞ്ചി കിട്ടിയിട്ടുണ്ട്. സഞ്ചിക്കുള്ളിൽ എന്തൊക്കെയോ ചില കവറുകളൂടെയുണ്ട്. ഇതിനുള്ളിൽ ഇതിനാവശ്യമായ കോഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ കവർ ഒന്ന് തുറന്ന് നോക്കാം ഇതിനകത്ത് എന്താണെന്നുള്ളത്.
അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഈ ടാഗ് ഉപയോഗിക്കാം, കഴുത്തിലിടാനായിട്ടും ഈ ടാഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമായ നീളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഐറ്റം നമ്മുടെ നോയിസ് ഡിസ്റ്റർബൻസ് ഒക്കെ കുറയ്ക്കുന്നതിനായിട്ടുള്ള വിൻഡ് ഷീൽഡാണ്. 2 മൈക്കിന് മുകളിലും നമുക്ക് ഓരോ വിൻഡ് ഷീൽഡ് ഇട്ടിട്ട് ആവശ്യമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോക്സിനുള്ളിലാണ് നമ്മൾ ഈ 2 മൈക്കുകൾ സൂക്ഷിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, ക്യാമറയിൽ കണക്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റും ഇതിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ ചാർജ് ആവും. ഇവിടെ ഒരു USB കണക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. അതിനാവശ്യമായ ഒരു കോഡ് അവർ നൽകിയിട്ടുണ്ട്. ഇത് നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു USB പോർട്ടിൽ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പുറത്ത് നല്ല ശക്തമായ മഴയുണ്ട്. അതുകൊണ്ട് തന്നെ അവസാന ഭാഗത്തെ ശബ്ദത്തിന് എന്തെങ്കിലും നോയ്സ് ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, 2 പ്രൊഡക്റ്റുകൾ, അതായത് വ്ലോഗ് ചെയ്യുന്നവർക്ക്, റീൽസ് ചെയ്യുന്നവർക്ക്, ഷോർട്സ് ചെയ്യുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുന്ന 2 പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചത്. ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു കൃത്യമായ റിവ്യൂ കൂടി നിങ്ങൾക്ക് നൽകുന്നതാണ്. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നതാണ്. ഈ 2 എക്യുപ്മെൻറ്റും നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. DJI Osmoയുടെ മോഡലാണെങ്കിൽ നമുക്ക് ഏകദേശം 12,000 രൂപ, 11,990 രൂപയാണ് നമുക്ക് ചിലവായത്. പൊളിലാൻഡിൻ്റെ വയർലെസ് മൈക്ക് ആണെങ്കിൽ നമുക്ക് 12,300 രൂപയ്ക്കും അടുത്താണ് പ്രൈസ് ആയത്. അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ റിവ്യൂ കൂടി കണ്ടതിന് ശേഷം വാങ്ങുന്നത് കൂടുതൽ മികച്ച അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് സഹായകരമായിരിക്കും. കൂടുതൽ സോളാർ നേച്ചർ ടെക് വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.